ഇത് നമ്മുടെ കൊച്ചുറാണി ഭയങ്കര ഒച്ചപ്പാടും ബേളം കേട്ടാണ് ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവൾ പിള്ളേരുണ്ടല്ലോ അവൾക്ക് സുരക്ഷിതമായിട്ട് കിടന്നോട്ടെന്ന് വിചാരിച്ച് അവൾക്ക് കൊടുത്തിരുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ നിന്ന് അവളെല്ലാത്തിനും 5 ഉണ്ട് കേട്ടോ, 6 ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 5 ഉണ്ട്. അവൾ നോക്കിയപ്പോൾ മണ്ണി കൊണ്ട് മണ്ണൊക്കെ മാന്തിയിട്ട് കൊണ്ട് കിടത്തിയേക്കുമായിരുന്നു. അങ്ങനെ മണ്ണി കിടന്നു കഴിഞ്ഞാൽ പിള്ളേർ വൃത്തികേടാവില്ല. അപ്പോൾ അതേ ഒരു പഴയ പെട്ടി തൽക്കാലികം കേട്ടോ. ഇതിലിപ്പോൾ പിള്ളേർക്ക് കിടക്കാൻ പറ്റുള്ളൂ, തള്ളക്ക് കിടക്കാൻ പറ്റത്തില്ല. അപ്പം പക്ഷെ അവിടെ ഒന്ന് ചുറ്റിപ്പടിച്ച് നിൽക്കുവാണ്. അതിനെച്ചാൽ കിടന്നിരുന്ന് മുറി വൃത്തികേടായി. അവിടെ തണുപ്പ് വരാൻ തുടങ്ങി. ഇപ്പോൾ പിള്ളേർക്ക് ഇച്ചിരി വലുതായില്ലേ, എൻ്റെ വാലങ്ങ് മാറ്റിക്കടി. പിള്ളേരൊക്കെ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ തറയിൽ തണുപ്പൊക്കെ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരെ ഹൈജീനിക്ക് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവൾ എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടിട്ട്. പക്ഷേ പുറത്ത് അതിനേക്കാൾ ഹൈജീനിക്ക് പ്രശ്നമൊന്നും അറിയാവുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേനതേ ഒരു കുഞ്ഞ് പഴയ പെട്ടി, ഇതുണ്ടോ പഴയ പെട്ടി കേട്ടോ, പഴയ ഇതൊക്കെ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. അതിൻ്റെ മുടിയൊക്കെ പോയി. ഇതൊന്ന് പോളിഷ് ചെയ്തൊക്കെ വെക്കണം എന്നൊക്കെ കരുതി ഒരു ഗ്ലാസ്സൊക്കെ മാറ്റി വെച്ച് പുറത്തോട്ട് വെച്ചിരുന്നത് നടന്നില്ല. ഇപ്പോൾ തൽക്കാലം 5 പേരുടെ തൊട്ടില്ല സുഖമായിട്ട് 2 പേര് ഉറങ്ങുന്നുണ്ട്. 2 പേര് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കും, ഒച്ചയൊക്കെ കേട്ടിരുന്ന്. അതിന് ഭയങ്കര കുറയാട്ടോ. ആരാ ഇത് കുറയ്ക്കണേ? നോക്കി ഏതോ ഉണ്ട് ഒരാൾ ഭയങ്കര കുറകാരനാ. നോക്കി ഇത് നോക്കി